ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഹൃദയമിടിപ്പ് നിലച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത്. ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2025-26 സീസൺ അനിശ്ചിതത്വത്തിലാണെന്ന വാർത്ത ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ISL സംഘടകരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ടീം ഉടമകളെ സീസൺ നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭരണസമിതിയായ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രതികരണവുമായി രംഗത്തെത്തി. ISL മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുമെന്ന AFFന്റെ പ്രസ്താവന പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും ഈ പ്രതിസന്ധിക്ക് പിന്നിൽ സങ്കീർണമായ നിരവധി വിഷയങ്ങളുണ്ടെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം AFFും FSDLും തമ്മിലുള്ള സംരക്ഷണാവകാശ തർക്കമാണ്. 2010 AFFും റിലയൻസ് ഗ്രൂപ്പ് സ്റ്റാർ സംയുക്ത സംരംഭമായ FSDLും തമ്മിൽ 15 വർഷത്തെ മത്സര സംരക്ഷണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം FSDL പ്രതിവർഷം 50 കോടി രൂപയോ അല്ലെങ്കിൽ മൊത്തം വരുമാനത്തിന്റെ 20% AFFന് നൽകണം. ഇതിന് പകരമായി സംരക്ഷണാവകാശം ഉൾപ്പെടെയുള്ള ISLന്റെ എല്ലാ വാണിജ്യ അവകാശങ്ങളും FSDLന് സ്വന്തമാകും. എന്നാൽ ISL വൻ സാമ്പത്തിക നഷ്ടം നേരിടുന്നുണ്ടെന്നും തങ്ങൾക്കും ന്യായമായ ഒരു കരാറിൽ എത്തണമെന്നുമാണ് FSDLന്റെ നിലപാട്. ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലവിലുള്ള വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്ന് FSDL AFFനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി FSDL വിവിധ ക്ലബ്ബ് ഉടമകളെയും സമീപിച്ചിരുന്നു. ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ISLന്റെ മാസ്റ്റർ റൈറ്റ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് AFF പറയുന്നുണ്ടെങ്കിലും ഈ നിയമപരമായ തടസ്സങ്ങൾ കാരണം കാര്യമായ പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടില്ല. കരാറുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നതിനു ശേഷം മാത്രം തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് AFF വ്യക്തമാക്കുന്നത്. കൂടാതെ AFFുമായി ബന്ധപ്പെട്ട കേസുകൾ നിലനിൽക്കുന്നതും പുതിയ ഭരണഘടനയ്ക്ക് സുപ്രീം കോടതിയുടെ അധികാരം ലഭിക്കാത്തതും ഫെഡറേഷൻ ഭാരവാഹികൾക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ഈ നിയമപരമായ അനിശ്ചിതത്വങ്ങൾ കാരണം സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരുന്ന ISL സീസൺ AFFന്റെ പുതിയ മത്സര കലണ്ടറിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ ഫുട്ബോളിന് ആഗോള മുഖം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2014 ISL ആരംഭിച്ചത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലീഗ് വൻ ജനപ്രീതി നേടുകയും ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. 2019 ഇന്ത്യയിലെ 1ാം ഡിവിഷൻ ലീഗായി ISLനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തു. പല യുവ ഇന്ത്യൻ താരങ്ങൾക്കും കഴിവ് തെളിയിക്കാനും മികച്ച പരിശീലനം നേടാനും ISL അവസരമൊരുക്കിയിട്ടുണ്ട്. വിദേശ താരങ്ങളുടെ സാന്നിധ്യം ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവാരം ഉയർത്തുന്നതിനും സഹായിച്ചിട്ടുണ്ട്. ISL മുടങ്ങുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് നിസ്സംശയമാണ്. AFF അവരുടെ പ്രസ്താവനയിൽ ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ISL നൽകുന്നുവെന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സാമ്പത്തിക നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ പുതിയൊരു ഹോൾഡിംഗ് കമ്പനി രൂപീകരിച്ച് ISL നടത്താനാണ് FSDLന് താല്പര്യമെന്ന് സൂചനയുണ്ട്. ഈ പുതിയ കമ്പനിയിൽ 60% ഓഹരി പങ്കാളിത്തവും ക്ലബ്ബുകൾക്കായിരിക്കും. FSDLന് 26% പങ്കാളിത്തവും AFFന് 14% പങ്കാളിത്തവും നൽകാനാണ് നിർദ്ദേശമുള്ളത്. ഈ ആശയം യാഥാർത്ഥ്യമായാൽ ISLന്റെ നടത്തിപ്പിൽ ക്ലബ്ബുകൾക്ക് കൂടുതൽ സാന്നിധ്യം ലഭിക്കുകയും സാമ്പത്തിക ബാധ്യത പങ്കുവെക്കുകയും ചെയ്യാം. ഇത് ലീഗിന്റെ ഭാവിക്ക് ഗുണകരമായേക്കാം. AFFും FSDLും തമ്മിലുള്ള കരാർ ഈ ഡിസംബറിൽ അവസാനിക്കുകയാണ്. കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാര്യമായ നീക്കങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ സമയബന്ധിതമായ പ്രശ്നം കൂടി നിലനിൽക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ISLന്റെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെയും കളിക്കാരെയും ക്ലബ്ബ് ഉടമകളെയും ഒരുപോലെ ആശങ്കയിലെത്തിയിട്ടുണ്ട്. ഈ പ്രതിസന്ധിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തേണ്ടത് ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. AFFും FSDLും തമ്മിൽ ഒരു പൊതുധാരണയിലെത്തുകയും നിലവിലുള്ള നിയമപരമായ തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്താൽ മാത്രമേ ISLന്റെ ഭാവിക്ക് ഒരു വ്യക്തത വരൂ. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെ കരുതി ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ISL തിരിച്ചു വരുമെന്നും ഇന്ത്യൻ ഫുട്ബോൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കാം.